ഹായ് എവ്രിവൺ, BSc കെമിസ്ട്രിയുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ എനർജറ്റിക്സ് ബേസിക് ആസ്പെക്ട്സിന്റെ പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുണ്ടാവുക. അതിലെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കം എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം എന്നുള്ളതാണ്. എനർജറ്റിക്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ കെമിക്കൽ തെർമോഡൈനാമിക്സ്, അതിന്റെ ഔട്ട്ലൈൻ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം, അതുപോലെ തന്നെ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതിന്റെ എക്സാമ്പിൾസ്, അതായത് ഇന്റൻസീവ് വേരിയബിൾസും എക്സ്റ്റെൻസീവ് വേരിയബിൾസ്, അതിന്റെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക്സ് പ്രോസസ്, അതുപോലെ തന്നെ എന്താണ് വർക്ക്, ഹീറ്റ്, അതിനെപ്പറ്റി നമുക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇന്റർ കൺവേർട്ടബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഈ ഒരു ഇതിനിടയിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതിനെപ്പറ്റിയൊക്കെ, അത് കോൺസ്റ്റന്റ് പ്രഷറിൽ എങ്ങനെ, കോൺസ്റ്റന്റ് വോളിയം വരുമ്പോൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റിയുടെ കോൺസെപ്റ്റ്സ്, അത് എക്സാമ്പിൾസ് ആക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റിയും ഇറിവേഴ്സിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ തെർമൽ ഇക്വിലിബ്രിയം, അതിന്റെ ഔട്ട്ലൈൻ, അതിന് ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്, അതുപോലെ തന്നെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിനെപ്പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കാനുള്ളത് നോക്കാം. കെമിക്കൽ തെർമോഡൈനാമിക്സും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ തെർമോഡൈനാമിക് ടെർമിനോളജീസ്, തെർമോഡൈനാമിക് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, ഇന്റൻസീവ് വേരിയബിൾസ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക് പ്രോസസ്, വർക്ക്, ഹീറ്റ്, അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സ്, തെർമൽ ഇക്വിലിബ്രിയം, അതിന്റെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് കെമിക്കൽ തെർമോഡൈനാമിക്സ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ സയൻസ് ആണ്. അത് മാക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അതനുസരിച്ചാണ് എക്സ്പെരിമെന്റൽ സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്നുള്ള വേർഡ് കൊണ്ടുവന്നത്. അപ്പൊ തെർമോ എന്ന് പറയുന്ന ഹീറ്റ് ആണ്, ഡൈനാമിക്കോസ് എന്ന് പറയുന്നത് മൂവ്മെന്റ്. അപ്പൊ അങ്ങനെയാണ് തെർമോഡൈനാമിക്സ്, അതായത് ഹീറ്റിന്റെ മൂവ്മെന്റ്സിനെയാണ് തെർമോഡൈനാമിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റം, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ആപ്ലിക്കബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വേർഡ് ആദ്യം കൊണ്ടുവന്നത് ലോർഡ് കെൽവിൻ ആണ്. വില്യം തോംസൺ എന്നും ഇദ്ദേഹത്തെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് തെർമോഡൈനാമിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് എനർജി ചേഞ്ചസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ കെമിക്കൽ പ്രോസസിന്റെ ഫീസിബിലിറ്റി, സ്പോണ്ടൈനിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഈ തെർമോഡൈനാമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചേഞ്ചസ് ആ ഒരു അറ്റോമിക് സ്ട്രക്ചറിൽ അത് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇക്വിലിബ്രിയത്തെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാനും അതിന്റെ റിയാക്ഷൻസിന്റെ എക്സ്റ്റെന്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു തെർമോഡൈനാമിക്സ്. അതുപോലെ തന്നെ സയൻസിലെയും എഞ്ചിനീയറിംഗിലെയും ഓൾ ബ്രാഞ്ചസിലും ഈ ഒരു തെർമോഡൈനാമിക്സ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ എക്സാക്ട് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സയൻസിൽ ഇത് ഈ ഒരു തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഫീസിബിലിറ്റി, അതായത് സ്പോണ്ടൈനിറ്റി, ആ ഒരു റിയാക്ഷന്റെ സ്പോണ്ടൈനിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തെർമോഡൈനാമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിന്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ എക്സ്റ്റെന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു തെർമോഡൈനാമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന തെർമോഡൈനാമിക് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തില് ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു യൂണിവേഴ്സിലെ നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണോ അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്, ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടെ ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്.
ഇപ്പോ ഈ ഒരു സിസ്റ്റം സറൗണ്ടിങ് ആണ് ഇന്നർ തെർമോഡൈനാമിക് ടെർമിനോളജിയിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിനെ ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബീക്കർ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തു അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനെ പഠിക്കുന്ന അതൊരു സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണല്ലേ. അതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതിന് ചുറ്റുമുള്ളത് അതായത് ബാക്കിയുള്ളതെല്ലാം എന്താണ് സറൗണ്ടിങ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഓഷ്യൻ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ മുഴുവനും ഓഷ്യനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ലാർജ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റം കഴിഞ്ഞിട്ട് ഓഷ്യൻ അല്ലാതെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഇതിനെ സറൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പോ സ്മോൾ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ വാട്ടറിൽ ബീക്കർ എടുത്തു. പിന്നെ ഓഷ്യൻ എടുത്തു കഴിഞ്ഞാൽ ലാർജ് സിസ്റ്റം ആണ്. അപ്പോ ഈ ഒരു സിസ്റ്റത്തിന്റെ പുറത്ത് കാണുന്ന എന്തിനേയും സറൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബീക്കർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും കാണുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം സറൗണ്ടിങ് ആണ്. ഈ ഒരു ലാർജ് ഓഷ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും കാണുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം സറൗണ്ടിങ് ആണ്. ഈ സിസ്റ്റവും സറൗണ്ടിങ്ങോട് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ സൈസും ബൗണ്ടറീസും ഉണ്ട്. സൈസും ആൻഡ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം സ്മോൾ ആവാം, ലാർജ് ആവാം. സ്മോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബീക്കർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ലാർജ് ആണെങ്കിൽ അത് ഓഷ്യൻ ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. അത് റിയൽ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഇമാജിനറി ബൗണ്ടറീസ് ഉണ്ട്, ഫിക്സ്ഡും മൂവബിൾ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റിയൽ ബൗണ്ടറീസ് എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് വയൽ നമുക്കൊരു റിയൽ ബൗണ്ടറി ആയിട്ട് എടുക്കാം. കണ്ടോ ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ഇമാജിനറി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഓസോൺ ലെയറിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓസോൺ ഹോള്, അതൊരു ഇമാജിനറി ആയിട്ടുള്ള ബൗണ്ടറി ആണ്. ഫിക്സഡ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നർ, അത് സീൽ ചെയ്തിട്ടുണ്ടാവും, ഓപ്പണിംഗ് ഒന്നും ഉണ്ടാവാതെ സീൽ ചെയ്തിട്ടുള്ളതാണ് ഫിക്സഡ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. മൂവബിൾ എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിനെ മൂവബിൾ ആയിട്ടുള്ള ബൗണ്ടറി എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹോമോജീനസ് സിസ്റ്റവും ഹെട്രോജീനസ് സിസ്റ്റം ആണ്. ഹോമോജീനസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ആ ഒരു പ്രോപ്പർട്ടി മുഴുവനും യൂണിഫോം ആയിരിക്കും. ഇതാണ് ഹോമോജീനസ് എന്ന് പറയുന്നത്. ഹോമോ എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഷുഗർ, സോൾട്ട് ഇതെല്ലാം വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഡിസോൾവ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അത് ഹോമോജീനസ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഹെട്രോജീനസ് സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫേസസ് അതിൽ കാണും. അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ബൗണ്ടറീസും ആ ഒരു ഹെട്രോജീനസ് സിസ്റ്റത്തിന് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു വാട്ടറിനകത്ത് നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഹെട്രോജിനസ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. അത് രണ്ട് ഫേസിലായിട്ടായിരിക്കും, ലിക്വിഡ് ഫേസിലും സോളിഡ് ഫേസിലും ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പം ഹെട്രോജിനസ് സിസ്റ്റവും ഹോമോജിനസ് സിസ്റ്റവും എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സറൗണ്ടിങ്സും യൂണിവേഴ്സും ആണ്. സറൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന് ഒഴികെയുള്ള ഭാഗമാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു സറൗണ്ടിങ് എന്ന് പറയുന്നത്. അത് സിസ്റ്റത്തിനേക്കാളും കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അത് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്ത് കിടപ്പുണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ബീക്കർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ സറൗണ്ടിങ്സ്, ആ ഒരു ലാബ്, നമ്മളിപ്പോ ലാബിനകത്താണ് ആ ഒരു ബീക്കറിൽ വാട്ടർ വെച്ചേക്കുന്നെങ്കിൽ അതിനെ സിസ്റ്റം എന്ന് പറയാം. ബാക്കിയുള്ള സറൗണ്ടിങ് ലാബ്, അതിലെ ബെഞ്ച്, അതിലെ ആൾക്കാർ, അതിന് ചുറ്റുമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം സറൗണ്ടിങ് ആണ്. ഇനി നമുക്ക് ഓസോൺ ഹോൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സറൗണ്ടിങ്, ആ ഒരു ലെയേഴ്സും അറ്റ്മോസ്ഫിയറും എല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് സറൗണ്ടിങ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. അതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ആണുള്ളത്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു എനർജിയും മാറ്ററും എല്ലാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അത് സറൗണ്ടിങ്സുമായിട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഓപ്പൺ ബീക്കർ, ആ ഒരു ഹോട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ബീക്കറിൽ നമുക്ക് ആ ഒരു മാറ്ററും എനർജിയും ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ മാറ്ററിന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ഇതാണ് ഇപ്പോ ഈ ഒരു ക്യാപ്പ് ചെയ്ത ഒരു ടെസ്റ്റ് ട്യൂബ്, ആ ഒരു വാട്ടറിൽ അതിനെ എന്താണ് അതിനെ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് ക്ലോസ് ചെയ്തിട്ടുള്ള സിസ്റ്റം. അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു മാറ്ററിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ എനർജിക്കും ചേഞ്ച് ഉണ്ടാവുന്നില്ല, മാറ്ററിനും ചേഞ്ച് ഉണ്ടാവുന്നില്ല. എക്സാമ്പിൾ തെർമോ ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ക്യാപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ്, ഹോട്ട് വാട്ടറിന്റെ ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിനെ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് തെർമലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തെർമോസ് ഫ്ലാസ്കിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അപ്പൊ ഇതില് മാറ്ററിന് ചേഞ്ചോ എനർജിക്ക് ചേഞ്ചോ എക്സ്ചേഞ്ചോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ടായിരിക്കും അത് കാണുന്നത്. അത് എങ്ങനെയാണ് ഐഡിയൽ ബിഹേവിയർ, ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഐഡിയൽ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എത്രയും ക്ലിയർ ആണല്ലോ.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ തെർമോഡൈനാമിക് ഓർ സ്റ്റേറ്റ് വേരിയബിൾസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഈ ഒരു എന്താണ് ഡിപെൻഡന്റ് ഓണിനെ എന്താണ് ഡിഫൈൻ ചെയ്യാനാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പി ഈസിക്കൽ ടു NRT/P. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഈ വേരിയബിൾസിന്റെ വാല്യൂസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന എക്സ്റ്റെൻസീവ് സിസ്റ്റവും എക്സ്റ്റെൻസീവ് വേരിയബിൾസും ഇന്റൻസീവ് വേരിയബിൾസും. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ സൈസിനെയും അതിന്റെ എമൗണ്ടിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വോളിയം, എനർജി, ഏരിയ ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ് എക്സ്റ്റെൻസീവ് വേരിയബിൾസും ഇന്റൻസീവ് വേരിയബിൾസ്. അപ്പോൾ വോളിയം, എനർജി, ഏരിയയൊക്കെ എക്സ്റ്റെൻസീവ് വേരിയബിൾസിൽ വരുന്നതാണ്. ഇന്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ സൈസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും ആ ഒരു ഇന്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഇതെല്ലാം ഇന്റൻസീവ് വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു 2 എക്സ്റ്റെൻസീവ് വേരിയബിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് വേരിയബിൾസ് ആയിരിക്കും. അപ്പം 2 എക്സ്റ്റെൻസീവ് വേരിയബിളിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇന്റൻസീവ് വേരിയബിൾ ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ മാസും വോളിയവും എന്തുവാണ്, അത് ഇന്റൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇസിക്കൽ ടു മാസ് ബൈ വോളിയം, അതായത് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആണ് മാസ്, വോളിയം എന്ന് പറയുന്നത്. അതിന്റെ റേഷ്യോ ആണ് എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഇന്റൻസീവ് വേരിയബിൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇന്റൻസീവ് വേരിയബിൾ ഏതൊക്കെയാണ്, എക്സ്റ്റെൻസീവ് വേരിയബിൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്പെസിഫിക് ആൻഡ് മോളാർ പ്രോപ്പർട്ടീസ് ആണ്. സ്പെസിഫിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് ആണ് ഈ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എടുത്തു കഴിഞ്ഞാൽ വോളിയം പെർ യൂണിറ്റ് മാസ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോളാർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ മോളാണ് ഈ ഒരു മോളാർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോളാർ പ്രോപ്പർട്ടി കിട്ടും. അപ്പം മോളാർ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി പെർ മോൾ ആണ് മോളാർ എനർജി എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, ഇന്റൻസീവ് ആണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സ് നോക്കാം. ആ ഒരു പ്രോസസ്സിൽ ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിന് ആ ഒരു എന്താണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിന് ചേഞ്ചസ് ഉണ്ടാവുന്നു. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്നൊരു സ്റ്റേറ്റ് ഉണ്ടാവും. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. അതായത് നമുക്കിപ്പോ ഒരു 150 gram ഓഫ് വാട്ടറിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്തു. അത് 20 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്തത്. പക്ഷെ അത് എന്താണ് 50 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തി. അതൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇനിഷ്യൽ ഫേസ് എടുത്തു കഴിഞ്ഞാൽ 150 gram ഓഫ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫൈനൽ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുവാണ്, ഈ ഒരു എന്തുവാണ് 150 gram 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ആവുന്നു എന്നുള്ളതാണ്. അതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു തെർമോഡൈനാമിക്സ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ കൊടുത്തേക്കുന്നത് നോക്കാം, ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. നെക്സ്റ്റ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ആ ഒരു തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ചേഞ്ച്. അപ്പോൾ ഈ ഒരു തെർമോഡൈനാമിക്സ് എന്താണ് ഈ ഒരു പ്രോസസ് ഓഫ് തെർമോഡൈനാമിക്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് വേരിയബിൾ എങ്കിലും ചേഞ്ച് ചെയ്യും. ഇതാണ് തെർമോഡൈനാമിക് പ്രോസസ്സിൽ നടക്കുന്നത്. ഒന്നുകിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പ്രഷർ, അല്ലെങ്കിൽ വോളിയം. നമ്മൾ കുറച്ച് തൊട്ട് മുന്നുള്ള കേസിൽ ടെമ്പറേച്ചറിനാണ് ചേഞ്ച് ഉണ്ടായത് അല്ലെ. അതായത് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസിലോട്ട് ചേഞ്ച് ആയി. അപ്പം വേരിയബിൾ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിരിക്കും. അവിടെ പ്രോസസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സൈക്ലിക് പ്രോസസ് ആണ്. ആ ഒരു സിസ്റ്റം ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ അത് എത്തും. അതാണ് ആ ഒരു പ്രോസസ്സിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. ഒരു 4 ടൈപ്പ് ഓഫ് പ്രോസസ് ആണുള്ളത്: ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ മുഴുവനും നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ആ ഒരു പ്രോസസ് മുഴുവനും കാണുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഐസ് മെൽറ്റ് ചെയ്യാനായിട്ട് എന്താണ് ആ ഒരു വാട്ടറിൽ മെൽറ്റ് ചെയ്യുന്നു. അത് 273.16 കെൽവിൻ ടു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ആ ഒരു ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വെരി സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. ആ ഒരു തെർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് എക്സ്ചേഞ്ച് അവിടെ എന്താണ് വളരെ നോർമൽ ആയിട്ട് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ് നടക്കുന്നത്. അപ്പൊ ഐസോ തെർമൽ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷനിലാണ് ഐസോ തെർമൽ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ എപ്പോഴും ഓർത്തിരിക്കുക, ഐസോ തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഐസോ ഒരുപോലെ വരും. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ
അഡിയബാറ്റിക് പ്രോസസ്സിൽ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഹീറ്റ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ഹീറ്റ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ഈ ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കുന്നത്. അത് എന്താണ് ടെമ്പറേച്ചറിന് അവിടെ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ അവിടെ ഹീറ്റിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് ഈ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ നടക്കുന്നത്. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷറിന് ചേഞ്ച് ഉണ്ടാവും. സോറി, പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോബാറിക്, ബാർ എന്ന് പറയുന്ന പ്രഷറിന്റെ യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഐസോബാറിക് എന്ന് പറയുന്നത് അവിടെ എന്താണ് പ്രഷർ കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. പ്രഷർ ആ ഒരു പ്രോസസ്സ് മുഴുവൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്നു, ഒരു ഓപ്പൺ വെസലിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഗ്യാസ് എക്സ്പാൻഷൻ ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റനിലൂടെ നടക്കുന്ന പ്രോസസ്സിലും ഒക്കെ ഈ ഒരു ഐസോബാറിക് പ്രോസസ് ആണ്. അവിടെ അത് എന്താണ് ഐസോപെസ്റ്റിക് പ്രോസസ് എന്നും ഈ ഒരു ഐസോബാറിക് പ്രോസസ്സിനെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഇത് എന്താണ് ഗ്രാഫ് വരുന്നതും ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വരുന്ന ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ വോളിയം അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഐസോകോറിക് പ്രോസസ് അപ്പൊ വോളിയം അവിടെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ അവിടെ വർക്ക് അവിടെ നടക്കുന്നില്ല. നോ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഈസ് ഡൺ. പിന്നെ കമ്പഷൻ ഇൻസൈഡ് എ ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്ററിനകത്തെ കമ്പഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഐസോകോറിക് പ്രോസസിന് എക്സാമ്പിൾ ആണ്. അവിടെ വോളിയം അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതിന് വേറൊരു പേര് ഐസോവോളിമെട്രിക് പ്രോസസ് എന്നും പറയുന്നുണ്ട്. കാരണം വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ ഈ ഒരു പേരില്ല, ഐസോവോളിമെട്രിക് പ്രോസസ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് PV ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഉണ്ടാക്കുന്നത്. അപ്പം ഐസോതെർമൽ പ്രോസസ്സിൽ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ആയിട്ടുള്ള കർവാണ്. അവിടെ T കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഐസോതെർമൽ പ്രോസസ്സിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. കണ്ടോ, PV കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ എന്താണ് വോളിയം ഈ ഒരു എക്സ് ആക്സിസിലും പ്രഷർ വൈ ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു PV എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഇത് ഒരു ഹൈപ്പർബോളിക് ആയിട്ടുള്ള കർവ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിലാണെങ്കിൽ PV എന്താണ് ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിലായിരിക്കും വരുന്നത്. അതായത് സ്റ്റീപ്പർ ആയിട്ടുള്ള കർവ് വിത്ത് ഐസോതെർമൽ പ്രോസസ് ആയിട്ടായിരിക്കും ഈ ഒരു അഡിയബാറ്റിക് പ്രോസസ് വരുന്നത്. ഇനി നമുക്ക് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആയിട്ടായിരിക്കും ഈ ഒരു വരുന്നത്. തേർഡ് ആ ഒരു ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ P എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഐസോകോറിക് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. V കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ, അതായത് Y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് V കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഉള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ള ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് സെക്കൻഡ് പോർഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.